ഇപ്പം നമ്മുടെ മകൻ അല്ലെങ്കിൽ മകൾ ഒരു പാർട്ട്ണറിനെ സെലക്ട് ചെയ്യാറായി അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു ചോയ്സ് ഉണ്ട് എന്നുള്ളത് ഒരു വിഭാഗം പേരൻസ് വളരെ പോസിറ്റീവായിട്ട് എടുക്കുന്ന ഒരു കാര്യമാണ്. ഓ, നീ അത് സെലക്ട് ചെയ്തല്ലേ എന്നുള്ള തരത്തിൽ. മറ്റൊരു വിഭാഗം പേരൻസ് ഇപ്പോഴും അതിനെ ഭയങ്കര ഇമോഷണലായിട്ട് അവരുടെ ഒരു റൈറ്റിനെ ക്വസ്റ്റ്യൻ ചെയ്ത പോലെയാണ് എടുക്കുന്നത്. അപ്പോൾ ഏതൊരു ജീവിയും പോലെ വളർന്ന് പ്രായപൂർത്തിയാവുമ്പോൾ സ്വന്തം ഇണയെ കണ്ടുപിടിക്കാനുള്ളൊരു കപ്പാസിറ്റിയിലേക്ക് മനുഷ്യർ എത്തുന്നുണ്ട്. അതിൻ്റെ ഒരു പാർട്ടായിട്ടാണ് തൻ്റെ മകൾക്കോ മകനോ ഇങ്ങനെ ഒരു പാർട്ട്ണറിനോട് ഒരു ഇഷ്ടം തോന്നുന്നത്, അവരുടെ ജീവിതത്തിൽ കൂട്ടിയാൽ കൊള്ളാമെന്ന് തോന്നുന്നത് എന്നുള്ളൊരു കാര്യം ഇപ്പോഴും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാറായിട്ടില്ല. അപ്പം അതിൻ്റെ ആ ഒരു സമയത്ത് ഇപ്പോൾ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കാണ് അത് ഭയങ്കര പ്രശ്നമായിട്ട് വരിക. പെൺകുട്ടി ഒരു പാർട്ട്ണറിനെ ചൂസ് ചെയ്തു എന്ന് പറയുമ്പോഴേക്കും മാതാപിതാക്കൾ അതിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി ഭയങ്കര മോശമായിട്ടാണ്, അല്ലെങ്കിൽ പലപ്പോഴും ഭയങ്കര അബ്യൂസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ മുറിയിൽ അടച്ചിട്ടിട്ടാണ്. നിനക്ക് എങ്ങനെ ധൈര്യം വന്നു ഒരു പുരുഷനെ ചൂസ് ചെയ്യാൻ എന്നുള്ള തരത്തിൽ നമ്മളതിനെ ഭയങ്കര ഒരു മോശം പ്രവൃത്തിയായിട്ടാണ് കാണുന്നത്. അപ്പം അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടെ കടന്നു പോകുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അത് പറഞ്ഞ പോലെ അവരുടെ ഒരു ഗ്രോത്തിൻ്റെ പാർട്ടാണ്. പിന്നെ സ്വാഭാവികമായിട്ടും ആസ് പേരൻസ് നമുക്ക് കൺസേൺ വരാവുന്ന പല കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ നമ്മുടെ മക്കൾ സെലക്ട് ചെയ്ത ആളെക്കുറിച്ചുള്ള ചിലപ്പോൾ നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി നടത്തുമ്പോൾ ഇവർ അത്ര സേഫ് അല്ല നമ്മുടെ കുട്ടിക്ക് എന്ന് തോന്നാനുള്ള സാധ്യതകളുണ്ട്. ഇത് ഡിസ്കസ് ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ടാവുക. ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഞങ്ങൾക്ക് ഇതിനോട് വിയോജിപ്പുള്ളത്. പിന്നെ നിനക്ക് നിൻ്റെ കാര്യങ്ങൾ നിനക്കുള്ള പോയിന്റ്സ് വെച്ച് നമുക്ക് സംസാരിക്കാനുള്ള ആ ഒരു റെസ്പെക്ട്ഫുൾ സ്പേസ് ഉണ്ടല്ലോ, അത് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ ഇപ്പോൾ 16 17 വയസ്സിൽ അല്ലെങ്കിൽ 15ാമത്തെ വയസ്സിൽ നമ്മുടെ കുട്ടിയുടെ ഒരു പ്രണയത്തെക്കുറിച്ച് അറിയുമ്പോൾ നമ്മളതിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി ഉണ്ടല്ലോ. അപ്പോൾ നമുക്കറിയാം കുട്ടിയുടെ ലോജിക്കൽ ബ്രെയിൻ ഫുള്ളി ഫങ്ഷനിങ് ആയിട്ടില്ല. എന്നാൽ ഇത്തരത്തിലുള്ള ഇഷ്ടങ്ങളൊക്കെ തോന്നാൻ തുടങ്ങുന്ന ഒരു പ്രായമാണത്. അപ്പോൾ ആ തോന്നലുകളെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ അവരുടെ ബ്രെയിൻ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ആ ഒരു മെച്യൂരിറ്റിയിലേക്ക് എത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ സമയത്ത് ഗൈഡ് ചെയ്യുക എന്നുള്ളത് പേരൻസിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അതേ കുട്ടി 20ാമത്തെ വയസ്സിലോ അല്ലെങ്കിൽ 25ാമത്തെ വയസ്സിലോ ഇന്ന ആളെയാണ് എനിക്ക് ലൈഫിൽ വേണ്ടതെന്ന് പറയുമ്പോൾ നീ ആ തീരുമാനം എടുക്കാറായിട്ടില്ല എന്നല്ല പറയേണ്ടത്. We respect your choices. Let's discuss.